ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 22 മുതൽ 34 വരെയുള്ള വചനഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ദൈവ പരിപാലനയിൽ ആശ്രയിക്കണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന തിരുവചന ഭാഗമാണ്. ഈശോ വളരെ സുന്ദരമായ മനോഹരമായ 2 ഉപമകൾ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട്. ആകാശത്തിലെ പറവകളും വയലിലെ ലില്ലികളും. ആകാശത്തിലെ പറവകൾ കൂടുകൂട്ടുന്നു. അതിൻ്റെ ഭക്ഷണത്തെക്കുറിച്ചോ നാളെയെക്കുറിച്ചോ വരും കാലത്ത് എങ്ങനെ ജീവിക്കുമെന്നതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠകളോ ആകുലതകളോ ഇല്ല. അപ്പോഴപ്പോൾ സംഭവിക്കുന്ന, അപ്പോഴപ്പോൾ നേരിടുന്ന, അപ്പോഴപ്പോൾ അനുഭവിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് തങ്ങളുടെ ഭാവി ഭദ്രമാക്കിക്കൊണ്ട് ടെൻഷനില്ലാത്ത, അസ്വസ്ഥതകളില്ലാത്ത ഒരു ജീവിതം നയിക്കുന്നു. വയലിലില്ലികളെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞത്, സോളമൻ പോലും അവൻ്റെ സർവ്വ മഹത്വത്തിലും ഇവയിലൊന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല എന്ന്. എത്രമാത്രം നിരീക്ഷണ പാടവത്തോടെ പ്രകൃതി വിഭവങ്ങളെയും പ്രകൃതിയിലുള്ള ജീവജാലങ്ങളെയും എല്ലാം നോക്കിക്കാണുന്ന ഈശോ ഏറ്റവും സുന്ദരമായ, ഏറ്റവും അനുയോജ്യമായ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മളോട് പറയുന്നത്, നമ്മളും ദൈവ പരിപാലനയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകണമെന്ന്. പത്രോസ് തന്റെ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നത്, നിന്റെ ഉത്കണ്ഠകളും ആകുലതകളുമെല്ലാം അവൻ്റെ പാദാന്തികത്തിൽ നീ അർപ്പിക്കുക, തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തിക്കൊള്ളും എന്നാണ്. ചില മാതാപിതാക്കൾ മക്കളെക്കുറിച്ച് അനാവശ്യമായ വേവലാതി കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അവരുടെ ഭാവി, അവരുടെ പഠനം, അവരുടെ വിവാഹ ജീവിതം, അതിനെക്കുറിച്ചൊക്കെ അമിതമായ ഉത്കണ്ഠകൾ. ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങില്ല, നിരചുവേ കിടന്നാൽ ഉറക്കം വരില്ല, ആകെ അസ്വസ്ഥരായിട്ട് തീരുക. പെൺമക്കളുടെ എണ്ണം കൂടിയിരുന്നാൽ അവരെ കെട്ടിച്ചുവിടുന്നതിനെക്കുറിച്ചുള്ള ആകുലതകൾ, ടെൻഷൻ. പക്ഷേ ഈ കാലത്ത് അല്പമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടാകാം. ആണും പെണ്ണും തമ്മിൽ മക്കളുടെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നും മാതാപിതാക്കൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകില്ല. പക്ഷേ എന്തൊക്കെയോ ആകുലതകൾ നമ്മളെ വല്ലാണ്ട് ഭരിക്കുകയാണ്. നഴ്സറി സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ച് മുഖത്ത് വല്ലാത്തൊരു അസ്വസ്ഥതയുമൊക്കെ ആയിട്ടിരുന്നപ്പോൾ ക്ലാസ്സിലെ ടീച്ചർ അവളോട് ചോദിച്ചു, എന്താ മോളെ നിൻ്റെ മുഖം വല്ലാണ്ടിരിക്കണം? കുഞ്ഞു പറഞ്ഞു, ടീച്ചറെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. 3 വയസ്സുള്ള നഴ്സറിക്കാരിയും ഇന്ന് ടെൻഷനില്ല. എന്തിൻ്റെയൊക്കെയോ പേരിൽ നമ്മളൊക്കെ അടിച്ചേൽപ്പിക്കുന്ന ടെൻഷനുകൾ സമൂഹത്തിലെ മറ്റുള്ളവർക്കുണ്ട്, മക്കൾക്കുണ്ട്, ജീവിത പങ്കാളിക്കുണ്ട്. ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ നമ്മളെല്ലാം വല്ലാണ്ട് ഭരിക്കുകയാണ് ഇന്ന്. തമാശനെങ്കിലും പറഞ്ഞു കേട്ടൊരു കഥ ഞാൻ ഇതിനു മുമ്പും ആവർത്തിച്ചിട്ടുള്ളതാണ്. പുഴയുടെ തീരത്ത് നിന്ന്, അതും ചെറുതൊന്നുമല്ല, വലിയ വീതിയുള്ള നിറഞ്ഞു വെള്ളമൊഴുകുന്ന ഒരു പുഴയുടെ ഇക്കരെ നിന്ന് ഒരു ബാലൻ വലിയ വായിൽ കരയുകയാണ്. അവൻ്റെ ഒരു അധ്യാപകൻ ആ സമീപത്ത് അതിലൂടെ കടന്നു പോയിട്ട് അവനെ കണ്ട്, അവൻ്റെ കരച്ചിൽ കണ്ടിട്ട് അവൻ്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, എന്തിനാടാ കൊച്ചേ നീ കരയുന്നേ? അവൻ അക്കരയ്ക്ക് ചൂണ്ടിക്കാണിച്ചു. വെള്ളെഴുത്ത് ബാധിച്ച കണ്ണുകൾ കൊണ്ട് അത്രയ്ക്ക് വ്യക്തമൊന്നും ആയിരുന്നില്ല എങ്കിൽ കൂടി അദ്ദേഹം കണ്ടു
പുഴയ്ക്കക്കരെ വലിയൊരു മണിമാളിക, അതിനു ചുറ്റും വളരെ ഉയരത്തിൽ കെട്ടിപ്പൊക്കിയ മതിൽ, അതിന് നടുക്ക് വലിയ ഒരു ഗേറ്റ്. അതിനും അപ്പുറത്ത് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ഉള്ളിൽ ഒരു പട്ടിക്കൂട് ഇരിപ്പുണ്ട്. പട്ടിക്കൂടിനുള്ളിൽ വലിയ ചെറുതല്ലാത്തൊരു പട്ടി അതിനകത്ത് കിടക്കുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഈ കുഞ്ഞ് പറഞ്ഞു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലെങ്കിലും സാറിന് മനസ്സിലായി ആ പട്ടിക്കൂട് വലിയ ഒരു താഴിട്ട് പൂട്ടിയിട്ടുണ്ട്. ഇനി കൊച്ചിൻ്റെ ടെൻഷൻ എന്താണെന്നറിയാമോ? ഈ പട്ടി എങ്ങാനും ആ കൂട് തകർത്ത് പുറത്ത് ചാടി, മതിൽ ചാടി, നീന്തി ഇക്കരയ്ക്ക് വന്ന് എന്നെ കടിച്ചാൽ ഞാൻ എന്നാ ചെയ്യും എൻ്റെ സാറേ? നമ്മുടെ പല ആകുലതകളും അസംഭവ്യമായ കാര്യങ്ങളെക്കുറിച്ച്, നടക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വല്ലാണ്ട് ചിന്തിച്ചു കൂട്ടി നമ്മൾ ഇന്ന് ടെൻഷൻ അനുഭവിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം നാളെയെക്കുറിച്ച് നമുക്ക് കരുതലുണ്ടാകരുതെന്നല്ല. മാതാപിതാക്കൾക്ക് മക്കളെക്കുറിച്ച് കരുതലുണ്ടാകണം, മക്കൾക്ക് ഭാവി ജീവിതത്തെക്കുറിച്ച് കരുതലുണ്ടാകണം, നാളത്തെ ജീവിതം എങ്ങനെ ആയിത്തീരണം എന്നതിനെക്കുറിച്ചൊക്കെ ഉള്ള കരുതലും അത്യാവശ്യം ആകാംക്ഷയും ഒക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷെ അത് നമ്മുടെ ജീവിതത്തെ തകർക്കുന്നതോ നമ്മുടെ ലക്ഷ്യബോധത്തെ പിറകോട്ടടിക്കുന്നതോ അസാധ്യമെന്ന് കരുതി മാറി നിൽക്കുന്നതോ ഒന്നും ആകേണ്ട കാര്യമില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പരിശ്രമിച്ചാൽ എത്തിപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യങ്ങളിൽ എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിച്ചാൽ. അതിനും അപ്പുറത്തുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ എനിക്ക് അസാധ്യമാണെങ്കിൽ അതങ്ങ് വിട്ടുകളയാനുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടാകണ്ടേ? മകനായ അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ കീഴടക്കാൻ ഇറങ്ങിയവൻ. തൻ്റെ യുദ്ധങ്ങൾ പലതും പരാജയപ്പെടാൻ തുടങ്ങിയപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹം ഒരു എട്ടുകാലിയുടെ വല കാണാനിടയായത്. വല ഒരുക്കുന്ന എട്ടുകാലിയെ അയാളെ കണ്ടു. അതിനകത്ത് ഇയാൾ ശ്രദ്ധിച്ചു നിന്നപ്പോൾ കണ്ടൊരു കാര്യം, ഈ എട്ടുകാലി ഒരു മരത്തിൻ്റെ കമ്പിൽ നിന്ന് തൊട്ടടുത്തുള്ള വലിയൊരു മരത്തിൻ്റെ കമ്പിലേക്ക് എടുത്ത് ചാടുക. ചാടിയപ്പോഴൊക്കെ അത് പരാജയപ്പെട്ടു. എന്നിട്ടും നൂലിലൂടെ വലിഞ്ഞു പുറകോട്ട് കയറിയിട്ട് വീണ്ടും അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 10ഓ 15ഓ പ്രാവശ്യം ശ്രമിച്ചു കഴിഞ്ഞപ്പോഴാണ് അടുത്തുള്ള ചില്ലയിൽ അവനൊന്ന് കയറിപ്പറ്റാൻ പറ്റുന്നത്. ആടി അവിടെ എത്തിയിട്ട് അവൻ്റെ പശയുള്ള നൂല് അവിടെ പിടിപ്പിച്ചു. പിന്നെ തിരിച്ചൊരു ചാട്ടം, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചാടി അധികം താമസിക്കാതെ അവൻ ഒരു മനോഹരമായ ചിലന്തി വല ഉണ്ടാക്കുകയാണ്. ഇത് അലക്സാണ്ടറിനെ ഒട്ടൊന്നുമല്ല മനസ്സിൽ പ്രതീക്ഷകൾ കൊടുത്തത്. വീണ്ടും വീണ്ടും പരിശ്രമിച്ചാൽ വിജയങ്ങൾ സ്വന്തമാക്കാനാകുമെന്നുള്ള പ്രത്യാശയോടുകൂടി ആ മനുഷ്യന് മുന്നോട്ട് പോകാൻ സാധിക്കുകയാണ്. അസാധ്യമെന്ന് കരുതുന്നവ കീഴടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ കൈ, നമ്മുടെ പിടി ദൈവത്തിലാണ് എങ്കിൽ. പൗലോസ് ചോദിച്ചല്ലോ, ഇഫ് ഗോഡ് ഈസ് വിത്ത് മീ ഹൂ ക്യാൻ സ്റ്റേ അഗൻസ്റ്റ് മീ? എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. ആ ദൈവം എൻ്റെ കൂടെയുള്ളപ്പോൾ ആർക്ക് എന്നെ പരാജയപ്പെടുത്താൻ സാധിക്കും? ഈ ഒരു പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവനും അവൾക്കും വിശുദ്ധനാകാൻ പറ്റുമെങ്കിൽ, വിശുദ്ധയാകാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് സാധിക്കില്ല എന്ന് ഇഗ്നേഷ്യസ് ലയോള ചിന്തിച്ചപ്പോഴാണ് അദ്ദേഹം ഒരു വലിയ സന്യാസ സ്ഥാപനത്തിൻ്റെ സ്ഥാപകനായി മാറുന്നത്. ഈശോസഭയിലൂടെ നമ്മുടെ ഈ കഴിഞ്ഞ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ അടക്കമുള്ള ഒട്ടേറെ വിശുദ്ധരായ, ധന്യരായ, പണ്ഡിതരായ സഭാമക്കളെ സഭയ്ക്ക് പ്രദാനം ചെയ്യാൻ വേണ്ടി സാധിച്ചത് അദ്ദേഹം എടുത്ത ഒരു തീരുമാനത്തിൻ്റെ ബലത്തിലാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടതൊന്നു മാത്രം, ദൈവാശ്രയബോധം. ആ ആശ്രയബോധം കൈമുതലുണ്ട് എങ്കിൽ നമ്മുടെ ചുവടുകൾ പിഴയ്ക്കാൻ
നമ്മുടെ ദൈവം സമ്മതിക്കില്ല. താൻ പാതി ദൈവം പാതി, എല്ലാം ദൈവം നോക്കിക്കോളുമെന്ന് കരുതി മാറി നിൽക്കലല്ല നമുക്ക് അനിവാര്യമായത്. നമുക്ക് ചെയ്യാവുന്നതൊക്കെ നാം ചെയ്യണം. നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ പരിശ്രമിക്കണം. നമുക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ദൈവത്തോട് പറയണം, ഈശോയെ, ഒത്തിരി ഓടിയിട്ടുണ്ട്, ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്, ഒത്തിരി പഠിച്ചിട്ടുണ്ട്, ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. നീ എനിക്ക് അനുഗ്രഹങ്ങൾ തരണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം മിഴി തുറന്ന് അനുഗ്രഹിക്കുന്ന പ്രതീക്ഷയുടെ നാളങ്ങളായിട്ട് മാറുന്നത്. നമുക്ക് പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകാം, ആഗ്രഹത്തോടെ മുന്നോട്ട് പോകാം. എൻ്റെ ദൈവം എനിക്ക് സമീപസ്ഥനാണ് എന്ന് ഞാൻ തിരിച്ചറിയണം. എന്നെ കരുതുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്ന് ഞാൻ ബോധ്യപ്പെടണം. ആ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ദൈവാശ്രയബോധം മാത്രം കൈമുതലായി സൂക്ഷിച്ചുകൊണ്ട് കഠിന അധ്വാനത്തിൻ്റെ മാർഗം നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗമായി കരുതിക്കൊണ്ട് ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ഈശോ നമുക്കെല്ലാവർക്കും ബലം നൽകുന്ന, അനുഗ്രഹം നൽകുന്ന വലിയ സാന്നിധ്യം, ആശ്രയബോധത്തിൻ്റെ ഉറവിടമായി തീർന്ന് നമ്മളെ കാത്തുപരിപാലിക്കട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നമ്മളെവിടും കൂടിയുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.